friends, welcome back to Shami Tech. This is your Mohammed Shamir from Shami Tech Videos. And എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം ഈ വീഡിയോസ് പൂർണ്ണമായിട്ട് കണ്ടിട്ട് കമൻറ്റ് ഇടുക. ഓക്കെ, കമൻറ്റിൽ കുറേ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഈ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഡിലീറ്റ് ആയി പോകാറുണ്ട്. നമ്മളല്ലെങ്കിൽ മനഃപൂർവ്വം ഡിലീറ്റ് ആക്കാറുണ്ട്. നമുക്ക് ആ ഡിലീറ്റ് ആക്കിയ ഫോട്ടോസ് വീണ്ടും ആവശ്യം വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ വരാറുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഒന്നും എനിക്ക് ഒരു പിടിയിലാണ്. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതുപോലെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് തിരിച്ചെടുക്കാനായിട്ട്. ആ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ കൂടുതലും പറയുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മൾ ആ ഫോണിന് ഡിലീറ്റായി പോയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ആ തിരിച്ചെടുക്കാനുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് ഡിസ്ക് ഡിഗ്ലർ എന്നൊരു ആപ്ലിക്കേഷനാണ് ഡിസ്ക് ഡിഗർ ഫോട്ടോ റിക്കവർ ആപ്പ്. അത് ക്ലിക്ക് ചെയ്യുക. ഡിസ്ക് ഡിഗർ അതിന് അതിൽ ഇങ്ങനെ നമ്മൾ പോയിട്ട് 1 2 3 4 നാലാമത്തെ ഓപ്ഷൻ, അതായത് 3.7 റിവ്യൂസ് സ്റ്റാർ ഉണ്ട്. അതിന് വെറും 2.5 MB ഉള്ളൂ. അത് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആവട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ സ്കാൻ റിക്കവറി ഓപ്ഷൻ, ഈ രണ്ട് ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സ്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്യുമ്പോൾ എത്ര ഫയൽസ് അത് ഫൗണ്ട് ചെയ്യുന്നത് കാണിക്കും. അതിന് ഏകദേശം എൻ്റെ ഫോണിലൊരു ഇത്രയും ഫയൽസ് അത് റിക്കവർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് പഴയ എൻ്റെ 2-3 വർഷം മുമ്പുള്ള ഫോട്ടോസൊക്കെ എനിക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അത് ഫയൽ ഫൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡിലീറ്റായി കളഞ്ഞ ഫോട്ടോസ് എല്ലാം എനിക്ക് വന്നിട്ടുണ്ട്. ഗെയിമെല്ലാം ഉണ്ടല്ലോ, ഗെയിം കാര്യങ്ങൾ, കോളേജ് ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടോ. കോളേജ് ഫോട്ടോസ്, കോളേജ് സെൻഡ് ഓഫ്, ഒരുപാട് അങ്ങനെ ഒരുപാട് തിരിച്ച് കിട്ടി. അങ്ങനെ സ്കാനായി. ഓക്കെ, അപ്പം റിക്കവറി ഫോട്ടോസ് എടുക്കുമ്പോൾ ഏകദേശം ഈ 20 അല്ലെങ്കിൽ 30 മിനിറ്റോളം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടല്ലോ. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ആഡെല്ലാം വരും. അപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡെല്ലാം വരും. ഏകദേശം 30 മിനിറ്റോളം നമ്മൾ സഹിക്കുക. അപ്പം നമുക്ക് ഏകദേശം പുതിയ പഴയ ഫോട്ടോസ് പുതിയ രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങളെ ഈ ചെറിയൊരു ആപ്പ് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ വീണ്ടും പൊടിയിട്ട് എടുക്കൂലേ, അതുപോലെ വീണ്ടും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളതെല്ലാം ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ അതിൽ വെയിറ്റിംഗ് ടൈം ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇതല്ല, വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഉള്ളതിൽ നല്ലത് ഇതാണ്, നമ്മുടെ റിക്കവറി ആപ്പ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ഫീസ് വരും. പക്ഷേ നിങ്ങളത് കാര്യമാക്കണ്ട, വീണ്ടും റിക്കവറി ആക്കി വിടുന്നാൽ മതി. ഏകദേശം വെയിറ്റിംഗ് ടൈം ഇത്തിരി കൂടുതൽ വരും, അത്രേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യലും പേഴ്സണൽ മെസ്സേജ് അയക്കലും. ആദ്യം ട്രൈ ചെയ്യുക, പിന്നെ വർക്കൗട്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോസ് ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അവിടെ ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ആക്കുക. അതിനടുത്ത് തൊട്ടടുത്തൊരു ബെല്ല് ഐക്കൺ കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടും. അതിന് അർത്ഥം വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വേറൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ ആ ലൈക്ക് ബട്ടണൊക്കെ യൂസ് ചെയ്യണം, അതൊന്നും മറക്കല്ലും. വേറൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരുപാട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മെസ്സേജ് വരും. പക്ഷേ നിങ്ങൾക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുക. അറിയാത്ത ഒരുപാട് പേര് എനിക്കറിയാം. ഒരുപാട് പേര് അറിയാം. അത് അവർക്ക് വേണ്ടിയൊക്കെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിരിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ
പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ ബാഡ് കമൻറ്റ്, നിങ്ങളുടെ ഈ വീഡിയോ ഫോൾട്ടോ, ഈ വീഡിയോ പ്ലസ് പോസിറ്റീവോ എന്ത് കമൻറ്റ് ആവട്ടെ, നിങ്ങളത് കമൻറ്റ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ചില കമൻസൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. ചില ബാഡ് കമൻസും ചില ഇൻസ്പിറേഷൻ ആയാണ് നമ്മൾ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് സൈനിങ് ഓഫ് ഫ്രം മുഹമ്മദ് ഷമീർ ഫ്രം ടെക് Shami Tech.